ഇപ്പോൾ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം പൊമ്പിളയൊരുമ നേതാക്കൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. ശബ്ദ സംരക്ഷണത്തിലേക്ക്. അവർക്ക് വലിയൊരു വിഷമമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് അവർക്ക് ഫീൽഡ്സിൽ ഇരിക്കാൻ പറ്റിയില്ല. അത് 100 കണക്കിന് അവരുടെ സഹപ്രവർത്തകർ നിങ്ങൾ വന്ന് വെളിയിലിരിക്കാനാണെന്ന് ചോദിച്ചു. അവർ മുഖ്യമന്ത്രിയെ കാണണമെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി ഏത് സമയത്തും വന്ന് കാണാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തോട് അവരുടെ വിഷമങ്ങൾ പറഞ്ഞു, അത് ഉയർത്തിയിരിക്കുന്ന ആവശ്യങ്ങൾ പറഞ്ഞു, അവരുടെ പേഴ്സണൽ പ്രശ്നങ്ങൾ, ലയങ്ങളുടെ ഉൾപ്പെടെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളെ, വീടിന്റെ അപര്യാപ്തത, അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തത്, പിന്നെ കുട്ടികളുടെ മെറ്റർണിറ്റി ലീവ്, നിരവധി പ്രശ്നങ്ങൾ അവരിപ്പോ അരമണിക്കൂറിലേറെ മുഖ്യമന്ത്രി അവരെ കേട്ടു, കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അദ്ദേഹം ഒരു പാക്കേജ് ഇന്ന് പ്രഖ്യാപിക്കുന്നത് കാതോർത്തിരിക്കുകയാണ്. ആ പാക്കേജ് നിങ്ങൾ തൃപ്തരല്ലെങ്കിൽ എന്തായിരിക്കും? തൃപ്തരല്ലാതെ വരില്ല, തൃപ്തരാകും. ആ പാക്കേജ് സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടിയിട്ടുണ്ട്? എന്താണ് ആ പാക്കേജ് എന്നുള്ളത്? അത് പറയാൻ പറ്റില്ല, കഴിഞ്ഞിട്ട് പറയാം. മുഖ്യമന്ത്രി വിശ്വാസമാണ്. മുഖ്യമന്ത്രി എല്ലാം ഉറപ്പ് തന്നിട്ടുണ്ട്. അതെ, പാക്കേജ് എല്ലാം തന്നിട്ടുണ്ട്. പൂർണ്ണ വിശ്വാസമാണ്. ഇന്ന് തന്നെ ഒരു തീരുമാനം മാറും. വന്നില്ലെങ്കിൽ മുഖ്യമന്ത്രി ഇടപെടും, തീർത്ത് തരുന്നൊരു വിശ്വാസം, പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അല്ല ഹാപ്പിയാണ്. ഇതുവരെ ഞങ്ങൾ അരമണിക്കൂർ സംസാരിച്ചപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ക്ലിയർ ആയി പറഞ്ഞ് ഞങ്ങൾ മനസ്സിലാക്കി. ഞങ്ങളുടെ കാര്യങ്ങളും ഞങ്ങളുടെ പാക്കേജിൽ അടിസ്ഥാന സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളും വെട്ടാണ്ടിയും അത് എല്ലാ കാര്യങ്ങളും കൂടി എടുത്തിട്ടുണ്ട്. അത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പൂർണ്ണ വിശ്വാസമുണ്ട്. തന്നെയല്ല, ഇവർ ഈ സമരത്തിൽ ഉയർത്തിയതില് കൂടുതൽ മനസ്സിലാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവരെല്ലാവരും APL ആണ്. ഇവരില് പിന്നെ പട്ടികജാതിക്കാരും അതുപോലെ തന്നെ OBC-യുമാണ്. പക്ഷെ ഇവരില് എല്ലാവർക്കും BPL അല്ല, എല്ലാവരും APL ആണ്. അപ്പൊ അവര് BPL ആക്കുന്ന ഉൾപ്പെടെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അമ്മമാർക്ക് ആദ്യ പ്രസവത്തിന് ടാറ്റ ആയിരുന്നപ്പോഴേക്കും മെറ്റേണിറ്റി ലീവ്, മറ്റ് ആനുകൂല്യങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പൊ അവർക്ക് 50,000 രൂപ കൊടുത്ത് വെളിയിൽ ആശുപത്രി പോകണം. അവരുടെ ജീവിതം തന്നെ ഇതുകൊണ്ട് ഒരുപാട് വിഷയങ്ങളുണ്ട്. അത്തരം ഒരുപാട് വിഷയങ്ങൾ അവർ മുഖ്യമന്ത്രിയുടെ മുൻപിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ട്രേഡ് യൂണിയന്റെ ഔദ്യോഗികമായിട്ടുള്ള ആ പാക്കേജ് പ്രഖ്യാപനം കഴിഞ്ഞ് അവർ പ്രതീക്ഷിക്കുന്നു അവർക്കും അത് അനുകൂലമായിട്ടൊന്ന് കേൾക്കാൻ പറ്റും. പാക്കേജ് സംബന്ധിച്ച് ഇപ്പോൾ ഒരു തീരുമാനം പറയില്ല, ഒരു അഭിപ്രായം പറയില്ലെന്ന് പറഞ്ഞു. പക്ഷേ കൂലിയും ആനുകൂല്യവും കൂടി ചേർത്ത് 500 രൂപ എന്ന പാക്കേജ് ആണെങ്കിൽ നിങ്ങൾക്ക് സ്വീകാര്യമാണ്? അല്ല, അത് ട്രേഡ് യൂണിയനും മന്ത്രിയുമായിട്ട് സംസാരിക്കുമല്ലോ. സ്വീകാര്യമാണ്. അവരും ട്രേഡ് യൂണിയനും മന്ത്രിയും ലേബർ കമ്മീഷനും ഞങ്ങളുടെ കമ്പനിയും തീരുമാനിക്കും. ആ തീരുമാനം കഴിഞ്ഞിട്ട് ഞങ്ങൾ അത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളത് പറയില്ല, അത് അവരെടുക്കട്ടെ തീരുമാനം. തൊഴിൽ വകുപ്പ് മന്ത്രി അവർക്ക് ഇന്നലെ വിളിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ അവരോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ മുഖ്യമന്ത്രിയിലും തൊഴിൽ വകുപ്പ് മന്ത്രിയിലും നല്ല വിശ്വാസമുണ്ട്. പൂർണ്ണ വിശ്വാസം. ഇവരെല്ലാം ട്രേഡ് യൂണിയനിലെ അംഗങ്ങളായിരുന്നല്ലോ. പ്രത്യേക സാഹചര്യത്തിലാണ് ഇവർ സമരത്തിലേക്ക് വന്നത്. അതുകൊണ്ട് അവര് ആരും അങ്ങനെ ഒരു എതിരല്ല, സാന്ദർഭികമായിട്ട് വന്ന ഒരു വിഷമമാണ്. കൂലി മാത്രം 500 രൂപ എന്നൊരു പിടിവാശി ഇപ്പോ ഇല്ല എന്നുള്ളതാണോ ഇതിന് മനസ്സിലാക്കേണ്ടത്? അല്ല, അത് അവര് തീരുമാനിക്കട്ടെ. ട്രേഡ് യൂണിയൻ ഞങ്ങളുടെ അഭിപ്രായം അവരുടെ അഭിപ്രായം കഴിഞ്ഞിട്ട് ഞങ്ങൾ പറയും. അവരുടെ അഭിപ്രായം കഴിഞ്ഞിട്ട് ഞങ്ങൾ പറയും. ഇപ്പോൾ വിശദാംശങ്ങളുമായി ജിതിൻ ചന്ദ്രൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ജിതിൻ, മുഖ്യമന്ത്രിയുമായി പൊമ്പിളയൊരുമ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി. പാക്കേജിൽ ഏകദേശ ധാരണയായെന്നാണ് അവരുടെ വാക്കുകളിൽ മനസ്സിലാകുന്നത്. എന്നാൽ അക്കാര്യം പുറത്തു പറയാൻ അവർ തയ്യാറാകുന്നുമില്ല. യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി പ്രഖ്യാപിക്കും, ട്രേഡ് യൂണിയൻ നേതാക്കൾ അടക്കം ചർച്ച നടത്തും എന്നൊക്കെ അവർ പറയുന്നുമുണ്ട്. വിവരങ്ങൾ എന്താണ്? മനു, പെമ്പിളയൊരുമ പ്രവർത്തകർ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത്. തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന രീതിയിൽ ഒരു പാക്കേജ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന ഉറപ്പ് ലഭിച്ചു എന്നാണ് അവർ പറയുന്നത്. എന്നാൽ അത് സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകാൻ അവർ തയ്യാറാകുന്നില്ല. 500 രൂപ മിനിമം വേതനം എന്ന പ്രധാന ആവശ്യത്തിൽ ഒരു ധാരണയുണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ 500 രൂപയിൽ മിനിമം വേതനം 500 രൂപയിൽ കുറഞ്ഞാലും ആനുകൂല്യങ്ങളടക്കം മൊത്തം 500 രൂപ തൊഴിലാളികൾക്ക് ലഭിക്കുന്ന രീതിയിൽ ഒരു പാക്കേജ് ഉണ്ടായിരിക്കുമെന്നാണ് കരുതുന്നത്. എന്തായാലും ഇക്കാര്യത്തിലൊരു ധാരണയുണ്ടായി. മുഖ്യമന്ത്രി അത്തരത്തിലൊരു ഉറപ്പ് നൽകി എന്നാണ് പെമ്പിളയൊരുമ നേതാവ് ലിസി സണ്ണി ഇപ്പോൾ പറഞ്ഞത്. എന്നാൽ അത് സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകാൻ അവർ തയ്യാറാവുന്നില്ല. അതേസമയം തന്നെ പെമ്പിളയൊരുമ പ്രവർത്തകർ ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ടത് പ്രധാനമായും തങ്ങളെ PLC യോഗത്തിൽ പങ്കെടുപ്പിക്കണമെന്നും തങ്ങളുടെ ആവശ്യങ്ങൾ കൂടി അവിടെ അവതരിപ്പിക്കാൻ അവസരം നൽകണമെന്നും ഒരു ആവശ്യം ഉന്നയിച്ചായിരുന്നു. എന്നാൽ അക്കാര്യത്തിൽ അത് അംഗീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. അല്ലെങ്കിൽ ട്രേഡ് യൂണിയനുകൾ, അംഗീകൃത ട്രേഡ് യൂണിയനുകൾ മാത്രമായിരിക്കും PLC യോഗത്തിൽ പങ്കെടുക്കുക എന്ന
നേരത്തെയുള്ള തീരുമാനം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഇവർക്ക് PLC യോഗത്തിൽ പങ്കെടുക്കാനാവില്ല. അതേസമയം തന്നെ ഇവരുടെ ആവശ്യങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു തീരുമാനമായിരിക്കും ഇന്നത്തെ PLC യോഗത്തിലും. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള പാക്കേജിലും ഉണ്ടായിരിക്കുക എന്ന് തങ്ങൾക്ക് ഉറപ്പ് ലഭിച്ചു എന്ന് ലിസി സണ്ണി വളരെ വ്യക്തമായി പറയുന്നു. ഒപ്പം തന്നെ 500 രൂപ ഇനി മിനിമം വേതനം ലഭിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്ന ചോദ്യത്തിനും വ്യക്തമായ മറുപടി അവർ നൽകാൻ തയ്യാറായില്ല. അത് ഇന്നത്തെ PLC യോഗത്തിന് ശേഷമുള്ള തീരുമാനത്തിന് ശേഷം പറയാമെന്നാണ് ലിസി സണ്ണി വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും 8 മണിയോടുകൂടി ആരംഭിച്ച കൂടിക്കാഴ്ച അരമണിക്കൂറോളം നീണ്ടു. അതിനുശേഷമാണ് ഇപ്പോൾ പെൺപിള്ള ഒരുമ പ്രവർത്തകർ മാധ്യമപ്രവർത്തകരോട് കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഏതായാലും നമുക്ക് അനുമാനിക്കാവുന്നത് ആനുകൂല്യങ്ങൾ അടക്കം 500 രൂപ തൊഴിലാളികൾക്ക് നൽകാവുന്ന തരത്തിൽ ലഭിക്കുന്ന തരത്തിൽ ഒരു ധാരണയായിരിക്കും മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലൊരു ഉറപ്പായിരിക്കും ലഭിച്ചത് എന്ന് വേണം കരുതാൻ. ഏതായാലും ഇനി തൊഴിൽ മന്ത്രി ഷിബു ബേബി ജോണുമായും കൂടി പെമ്പിളി ഒരുമ പ്രവർത്തകർ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഇന്ന് 10 മണിക്കാണ് PLC യോഗം നടക്കാനിരിക്കുന്നത്. അതിനു മുമ്പ് തന്നെ ഷിബു ബേബി ജോണുമായി പെമ്പിളി ഒരുമ പ്രവർത്തകർ കൂടിക്കാഴ്ച നടത്തും. എന്തായാലും തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ മൊത്തം 500 രൂപയെങ്കിലും തങ്ങൾക്ക് ലഭിക്കുന്ന രീതിയിൽ ഒരു തീരുമാനം ഇന്നത്തെ PLC യോഗത്തിലും മുഖ്യമന്ത്രിയുടെ പാക്കേജിലും ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് പെമ്പിളി ഒരുമ പ്രവർത്തകർ പ്രകടിപ്പിക്കുന്നത്.